ഇരിങ്ങി തന്നേരെ. നിനക്ക് കട്ട് ചെയ്ത് വേണോ? നിനക്കോ കട്ട് ചെയ്തോ? നിനക്കോ? കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഇവരെ 3 പേരെ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത്? എന്താ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. ഒരു സാധനം ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും കട്ട് ചെയ്ത് വേണമെന്ന്. അതുവരെ ഇപ്പോൾ ഈ പഴം തന്നെ അത് കട്ട് ചെയ്ത് വേണമെന്ന് പറയും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ചെറുതായിട്ട് അരിഞ്ഞൊക്കെ പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അവർ പറയും എനിക്ക് അങ്ങനെ വേണ്ട, എനിക്ക് ബനാന ഫുള്ളായിട്ട് മതി. ഫുള്ളായിട്ട് കൊടുക്കും. ഫുള്ളായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർ പറയും മറ്റേ ആൾക്ക് കൊടുത്ത പോലെ തന്നെ, എന്ത് കാര്യമാണെങ്കിലും മറ്റേ ആൾക്ക് കൊടുത്ത പോലെ തന്നെ വേണം. ഓക്കെ, പിടിച്ചോണേ. കട്ട് ചെയ്തിട്ടില്ലേ? ഇനി നിന്റെ ഇരിങ്ങി തന്നാലേ നിച്ചിട്ട് കൊടുത്തേക്കാം. എനിക്കിത് വേണ്ടെന്നല്ലേ പറഞ്ഞേ? നിച്ചിട്ട് ഏതാ വേണ്ടേ? ആപ്പിൾ ചെയ്ത് തരട്ടെ? കട്ട് ചെയ്ത് തരട്ടെ? നീ എന്നെ കട്ട് ചെയ്ത് തരാൻ പറഞ്ഞേ? കോക്കോച്ച് കളയുന്ന നമുക്ക് നോക്കണ്ടോ? കട്ട് ചെയ്യണ്ടേ? അങ്ങനെ ഇവൾക്ക് ഏത്തപ്പഴം, മുറിച്ച ഏത്തപ്പഴം ഒന്നാക്കിയൊക്കെ നമ്മൾ കൊടുത്തു വിട്ടു. അതിനുശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വീണ്ടും വരികയാണ്. അപ്പം അവന് ഏത്തപ്പഴം വേണ്ട, ആപ്പിൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആപ്പിൾ അവനും കൊടുത്തു വിട്ടു. അങ്ങനെ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. ഇനി ഇത് മുഴുവനൊന്നും കഴിക്കത്തില്ല, ഒരു ഏത്തപ്പഴം ഒന്നും മുഴുവനായിട്ട് കഴിക്കത്തില്ല. പക്ഷേ ഇത് വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി ഒരാൾ മുഴുവനായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതിൻ്റെ പേരിൽ മാത്രം വാങ്ങിക്കുന്നതാണ്. ഈ പോക്ക് കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഇതേ സ്പീഡിൽ തിരിച്ചു വരുമെന്നുള്ളത്. അപ്പോൾ അതേപോലെ വിചാരിച്ച പോലെ 2 പേരും കുറച്ച് അവിടെ ഇവിടെ എല്ലാം കടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ട, നീ അല്ലേ ഇത് വേണോന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയേ, എന്നിട്ട് ഇങ്ങനെ കടിച്ചു വെച്ചേക്കാണോ? ഇനി എന്തുവാ ഡേ കഴിച്ചോ അങ്ങോട്ട്? ഇത് കണ്ടില്ലേ, എടുത്ത ഏത്തപ്പഴത്തിൻ്റെ 1/4 ഭാഗം പോലും കഴിച്ചിട്ടില്ല. ഇപ്പോൾ അവർക്ക് ഏത്തപ്പഴം വേണ്ട, ഇപ്പോൾ അവൻ ആപ്പിളും കൊണ്ട് പോയല്ലോ, ഇനിയിപ്പോൾ ആപ്പിൾ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. കാരണം ആരെന്ത് സാധനം എടുത്താലും അവരിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ 3 പേർക്കും അത് തന്നെ വേണം. ഒരേപോലത്തെ 3 ബോളാണെങ്കിൽ പോലും മറ്റാളുടെ കയ്യിരിക്കുന്ന ബോളിന് വേണ്ടിയായിരിക്കും ഇവിടെ ഭയങ്കര കരച്ചിൽ. പക്ഷേ അതേസമയം അത് തമ്മിൽ ഒരു ഡിഫറൻസും കാണില്ല. ഇപ്പം നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ഒരേപോലത്തെ വാങ്ങിക്കത്തുള്ളൂ. എന്നാലും കഴിക്കുന്നതായാലും ഇങ്ങനെ എന്താ പറയുക കളിക്കുന്നതായാലും അവർക്ക് എല്ലാം ഒരേപോലത്തെ സാധനങ്ങൾ തന്നെ വേണം. എന്തെങ്കിലും ഡിഫറൻസ് അതിനകത്തുണ്ടെങ്കിൽ, ഇനി ഡിഫറൻസ് ഒന്നുമില്ല എന്നാലും മറ്റൊരാളുടെ കയ്യിരിക്കുന്ന സാധനം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കും. ഇപ്പോൾ ആപ്പിളും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നീ ബനാന വേണമെന്ന് പറഞ്ഞിട്ടല്ലേ ബനാന തന്നേ? ഇപ്പം ആപ്പിൾ വേണോ? അപ്പം നിന്നോട് ആപ്പിൾ വേണമെന്ന് ഞാൻ ചോദിച്ചതല്ലേ? എന്നില്ല, ആപ്പിൾ വേണമെന്ന് ചോദിച്ചതല്ലേ അമ്മ? അങ്ങനെ അടിക്കാതെ. ആപ്പിൾ വേണമെന്ന് ചോദിച്ചതല്ലേ? അപ്പം നീ ആപ്പിൾ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ബനാന മതിയെന്ന്. ഇപ്പം നിനക്ക് ബനാന വേണ്ട, ആപ്പിൾ. ഇത് കണ്ടില്ലേ, അവൻ്റെ കയ്യിലിരിക്കുന്ന ആപ്പിളിൻ്റെ കഷ്ണം ഇപ്പോഴാണ് അവൾ കണ്ടത്. അപ്പോൾ ആ പീസ് നടുകയും മുറിച്ചിട്ടുള്ള പീസായത്, ഹാഫ് പീസായത് കാരണം അവൾക്ക് കൊടുത്ത ആ 4/1 ആ പീസ് വേണ്ട പോലും. അത് അവൻ്റെ കയ്യിൽ അങ്ങനത്തെ ഇരിക്കുന്നത് കൊണ്ട് അതുപോലത്തെ തന്നെ വേണം. കാരണം ഇങ്ങനെ എടുക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കളയുന്നത് കാരണം ഞാൻ അതുകൊണ്ട് കൊടുക്കാനും പോയില്ല. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടു പോയി. അപ്പോൾ നമുക്ക് ഈ ഏത്തപ്പഴം കളയാൻ പറ്റില്ലല്ലോ. എനിക്കാണെങ്കിൽ അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത്, ഞാനിത് ഇതേപോലെ അരിഞ്ഞിട്ട് സാധാരണ ഇവർക്ക് നെയ്ക്കകത്തിലിട്ട്
ആക്കി കൊടുക്കുന്നത് പോലെ തന്നെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഇവരിത് കഴിച്ചോളും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രൂട്ട്സ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇതൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പം അവർക്ക് കുഴപ്പമില്ല. വിശപ്പില്ലാഞ്ഞിട്ടോ വേണ്ടാഞ്ഞിട്ടോ ഒന്നും അല്ല. പക്ഷേ ഇങ്ങനെ ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തന്നെ മതിയായിരിക്കും മറ്റൊരാൾക്ക്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റത്തില്ല. നോക്കാം, ഏത്തപ്പഴത്തിൻ്റെ ഇത്രയും ഭാഗമുള്ളൂ വേസ്റ്റ്. ബാക്കി എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ അരിഞ്ഞിട്ടിട്ടുള്ളത് കാരണം ഇനി അത് കഴിച്ചോളും. ഇതവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി തരാമെന്ന് പറയുമ്പോൾ അതിനുള്ള ക്ഷമയില്ല. ഒരാൾ ഇല്ല, ആ ഏത്തപ്പഴം അങ്ങനെ തന്നെ വേണം എനിക്ക്, ബനാനാന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ തന്നെ കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കില്ല. ഇല്ല, എനിക്കിത് തന്നെ മതി, ഇപ്പം വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വാങ്ങിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അപ്പം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇവരെ മാനേജ് ചെയ്യുന്നത്? എന്താ, ഇങ്ങനെയൊക്കെ തന്നെയാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ. നല്ല ബുദ്ധിമുട്ടുണ്ട് മാനേജ് ചെയ്യാൻ. പക്ഷെ നമ്മൾ സൂപ്പറാടാ. ബനാനയാ നീ കഴിച്ചു? ബനാന ആദ്യം തിന്നോ. അവരെ കളഞ്ഞ ഏത്തപ്പഴം തന്നെയാണ് ഇപ്പം ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നത്. ഇപ്പം അതാ 3 പേരും കൂടെ പിടിയാണ് കഴിക്കാൻ വേണ്ടി. ഇതുപോലെ ഞാൻ ആദ്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കത് വേണ്ടായിരുന്നു, ഏത്തപ്പഴമായിട്ട് തന്നെ മതിയായിരുന്നു. അപ്പോൾ അത് കളയാൻ വേണ്ടി ഇങ്ങനെ ഇവരെ ഇങ്ങനെ കളയുന്ന ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കളയാൻ പോയാൽ അതിനെ നമുക്ക് സമയം കാണത്തുള്ളൂ. എന്ത് സാധനം കഴിച്ചിട്ടും പകുതി വേണ്ട. അതപ്പം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി അങ്ങ് തിരിച്ചങ്ങ് കൊടുക്കും. അപ്പോൾ അത് ആസ്വദിച്ചിരുന്ന് കഴിച്ചോളും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വേണ്ടാന്ന് പറയാൻ വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ. അപ്പോൾ പാത്രം എല്ലാം കഴിച്ച് കൊണ്ടുവരുന്ന കണ്ടില്ലേ? ഇതിനകത്തുള്ള ഒരു എണ്ണം പോലും ബാക്കിയില്ലാതെ കൊണ്ടുവന്ന കണ്ടോ. ഇത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇവരെ മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. ഇവരുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്നറിയോ, ഞാൻ ട്രൈപോഡ് എവിടെയെങ്കിലും വെച്ച് ഇവരത് എടുത്തുകൊണ്ട് നടക്കും. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റാറില്ല. പല ദിവസങ്ങളിലും പകുതിയാക്കി വെച്ച് നിർത്തിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പറയണേ. താങ്ക് യു ഓൾ.